ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയും കൊണ്ട് മീനാക്ഷി ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഇവിടെ ബാലൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബാലനാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായല്ലോ, അതനുസരിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ ആവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആലോക് എത്ര വിളിച്ചിട്ടും ഉണരുന്നില്ല. ആലോക് മരിച്ചു എന്ന് തന്നെ അവരങ്ങ് തീരുമാനിക്കണം. അപ്പോൾ പെട്ടെന്ന് ബാലേട്ടനാണല്ലോ വന്നത്. ഈശ്വര, ഇനിയിപ്പോൾ പ്രശ്നമാവുമല്ലോ, ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് സുകന്യയും അതുപോലെ അനിമോളും കൂടെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഗോമതി, നീ എന്താ ഇത്ര വരാൻ വൈകിയത്? ഞാൻ എപ്പോഴേ വിളിക്കുന്നു. അല്ല, അത് ബാലേട്ടാ, അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ആഹാ, ഇന്നാ ഇത് വാങ്ങിച്ചോ, ഇത് കുറച്ച് ഫ്രൂട്ട്സാണ്, നമ്മുടെ ദേവിക്ക് കൊടുക്കാനാ. ഗോമതിക്ക് ഒരു ബോധമില്ല കേട്ടോ, ആകെ പേടിച്ച് വിറച്ചു പോയി. ഒന്നാമത് ഈ സംഭവങ്ങൾക്ക് ശേഷം ആലോക് മരിച്ചു എന്നും കൂടെ അറിയുമ്പോഴത്തേക്കുള്ള ടെൻഷനാണ് കൂടുതലും. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ പരവേശത്തോടു കൂടിയൊക്കെ നിൽക്കണേ? എന്താ ഗോമതി? ഒന്നുമില്ല ബാലേട്ടാ. ശരി, എന്നാൽ പിന്നെ ഇതങ്ങ് വാങ്ങിക്കുക. അങ്ങനെ അത് കൈ കൊടുക്കണതും ഗോമതിയുടെ കയ്യിൽ നിന്ന് അങ്ങ് താഴെ പോവാണ് കേട്ടോ ആ ഫ്രൂട്ട്സ് അത്രയും. എന്താ ഗോമതി ഇത്, നീ എന്താ ഈ കാണിക്കണത്? ഇനിയിപ്പോൾ നിൽക്ക്, ഞാൻ തന്നെ നുള്ളി പറക്കി തരാം എന്നും പറഞ്ഞ് അവിടെ നിന്നെല്ലാം പറക്കി കവറിനകത്തേക്ക് വെച്ചിട്ട് ഗോമതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, അതെ ദേവി മോൾ എന്തേ? അത് കേൾക്കണത് ഗോമതി അടുത്ത് ടെൻഷനാവാണ്. ദേവിയോ? ദേവി എന്താ നീ ഇങ്ങനെ നോക്കണത്? ദേവി എന്തേന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ബാലേട്ടാ, ദേവി മോളെ കുളിക്കുന്നോ? അതെ, അവൾ കുളിക്കുക. ശരി, പിന്നെ നീ എനിക്ക് ഭക്ഷണം എടുത്ത് വയ്ക്കുക, കഴിക്കാം. ബാലേട്ടൻ ഇരിക്കുക, ഞാൻ ഭക്ഷണം എടുത്ത് ഇപ്പം തന്നെ വച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിറയ്ക്കാൻ കേട്ടോ. എന്നിട്ട് ആ കയ്യിൽ നിന്ന് ആ ഫ്രൂട്ട്സ് വാങ്ങി അവിടെ എവിടെയോ കൊണ്ട് വയ്ക്കുകയാണ്. ഗോമതിക്കൊരു ഓർമ്മയില്ല, ദേവിയുടെ കയ്യിൽ കൊടുക്കാനാണല്ലോ പറഞ്ഞത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഗോമതി അകത്ത് പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ശ്രീദേവിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ദേവിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ബോധമൊന്നും ഇതുവരെയായിട്ട് വീണിട്ടില്ല. സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോവാണ് അകത്തേക്ക്. അപ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷി ആകെ ടെൻഷനാവാണ് കേട്ടോ. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഡോക്ടർ എത്തുന്നുണ്ട്. പരിശോധിക്കുകയും കണ്ണ് തുറന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദേവിക്ക് ബോധമൊന്നും വീണിട്ടില്ല. ഡോക്ടർ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? കൃത്യമായി നിങ്ങൾ പറയണം. അത് പിന്നെ വേറൊന്നും അല്ല ഡോക്ടറെ, പിന്നെ അതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിൽക്കുക. എന്താ കാര്യം പറഞ്ഞോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, അത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കാല് തന്നെ വീണതാണ്. അത് ശരി, ശരിക്കും വയറ് ഇടിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മീനാക്ഷി അത് ഓർത്തെടുക്കാൻ കേട്ടോ. സെറ്റിയുടെ ആ ഒരു കയ്യിലേക്ക് വയറ് വന്ന് ഒറ്റ ഇടി ഇടിക്കുന്നുണ്ടല്ലോ. അതെ, ഇടിച്ചു, വയറ് തന്നെയാണ് ഇടിച്ചതെന്ന് പറയാം. അത് ശരി, പക്ഷേ എന്തെങ്കിലും കുഞ്ഞിന് കുഴപ്പമുണ്ടാവുമോ ഡോക്ടർ? അതൊന്നും പറയാൻ പറ്റത്തില്ല, നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായതല്ലേ. പിന്നെ സ്കാനിങ് വേണമല്ലോ, സ്കാനിങ് കൂടെ കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യവും എനിക്ക് ഈ കുട്ടിയുടെ കാര്യം പറയാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മുടെ മീനാക്ഷി അവിടെ ഇരുത്തിയിട്ട് ദേവിയും കൊണ്ട് അവർ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോകാട്ടോ അകത്തേക്ക്. ഇതിനിടയ്ക്ക് ദേവിക്ക് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ IV ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ക്ഷീണവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ ബാലൻ ഗോമതി അടുത്ത് പറയാം, ഗോമതി നീ ആഹാരം വിളമ്പാൻ. അങ്ങനെ ആഹാരം വിളമ്പാനായിട്ട് പാത്രമൊക്കെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ചപ്പാത്തി അങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിന് കോമ്പിനേഷനായിട്ട് കോരി വെക്കുന്ന എന്താ, മീൻകറി. ബാലൻ ആകെ അന്തം വിട്ടുപോയി. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന എനിക്ക് ചപ്പാത്തി പോരാഞ്ഞിട്ട് ചപ്പാത്തിക്കുള്ള കറിയോ മീൻകറി. ആകെ ബോധമില്ല കേട്ടോ നമ്മുടെ ഗോമതിക്ക്. എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ടെൻഷനൊക്കെ വേറെയാണ്. ഇതെല്ലാം ബാലൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബാലൻ ചോദിക്കുകയാണ്, എന്താ ഗോമതി നിനക്ക് പറ്റിയത്? നീ കാര്യം പറ, നീ ആകെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. പിന്നെ നീ എന്താ ഈ കാണിച്ചു വച്ചിരിക്കുന്നത്? ഉച്ചയ്ക്ക് ഉണ്ണാമെന്ന് എനിക്ക് നീ ചപ്പാത്തിയാണോ തരുന്നത്? പിന്നെ കൂടെ കറി നീ എന്താ കാര്യത്തിൽ വെച്ചിരിക്കുന്നത്? മീൻ കറിയോ? നിനക്ക് എന്ത് പറ്റി? അപ്പത്തിന് അയ്യോ ബാലേട്ടാ, അയ്യോ സോറി ബാലേട്ടാ, ഞാൻ ഇപ്പം തന്നെ ബാലേട്ടനുള്ളത് തരാട്ടോ, ഒന്ന് ക്ഷമിക്കേ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ശരി, പെട്ടെന്ന് നീ പോയി വേറെ പ്ലേറ്റും കെട്ടെടുത്തിട്ട് വാന്ന് പറയാം. അങ്ങനെ വേറൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. ഇതിനിടയ്ക്ക് അകത്ത് നിൽക്കണം നമ്മുടെ സുകന്യയും അതുപോലെ അനുമോൾക്കും കൂടെ വീണ്ടും ടെൻഷനായി. അപ്പോൾ കാരണം ബാലേട്ടനോട് അറിയാതെ എങ്ങാനും ഗോമതി പറഞ്ഞു പോയാൽ ആകെ പ്രശ്നമാവും. അത്രമാത്രം ടെൻഷനിലാണ് ഗോമതി. നല്ലപോലെ നിർബന്ധിച്ചാൽ ഗോമതി പറയും എന്ന് സുകന്യയ്ക്ക് അറിയാം. അപ്പോൾ സുകന്യ അവിടെ നിന്നുണ്ട് അനുവിനോട് പറയുന്നുണ്ട്, അനുമോളെ ബാലേട്ടനോട് ഇപ്പം എല്ലാം കുളവാക്കുന്നാണ് തോന്നുന്നത്.
അനുവിന് അങ്ങോട്ട് ടെൻഷനായി. അനു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പേടിച്ച് വിറച്ച് ആകെ ഭ്രാന്തെടുത്തതുപോലെ ആയിപ്പോയി കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യ അയ്യോ ഓടിപ്പോയി വാ പൊത്തി പിടിക്കുക. അയ്യോ മോളെ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ, പുറത്തിരിക്കണം ബാലേട്ടൻ കേൾക്കും നിൻ്റെ ശബ്ദം, അതുകൊണ്ട് നീ പതുക്കെ പതുക്കെ കരയല്ലേ കരയല്ലേ എന്ന് പറയും. പക്ഷേ അനുമോൾക്കത് പിടിച്ചടക്കാൻ പറ്റുന്നില്ല. അനുമോൾ പൊട്ടി പൊട്ടി ഇരുന്ന് കരയാൻ കേട്ടോ. പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്, ശരി പ്ലേറ്റ് എടുത്തിട്ട് വരാൻ. അങ്ങനെ വീണ്ടും ഗോമതി പ്ലേറ്റ് എടുത്തുകൊണ്ട് മുന്നിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ചോറ് വിളമ്പുന്നുണ്ട്. അതിൻ്റെ പുറത്ത് കറി പുളിശ്ശേരി ഒഴിക്കുക. ഒരു തവിയായി 2 തവിയായി 3 തവിയായി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അവസാനം ബാലൻ അങ്ങോട്ട് ദേഷ്യം വന്ന് ചാടി എണീറ്റു. എന്താ ഗോമതി നീ കാണിക്കുന്നത്? നീ എനിക്കാണോ ഈ ഭക്ഷണം വിളമ്പുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നീ എല്ലാം അറിഞ്ഞും കണ്ടും നോക്കി എനിക്ക് തരുന്ന നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന് എനിക്ക് ചപ്പാത്തി തരുന്നു, മീൻകറി തരുന്നു. പിന്നെ അത് പറഞ്ഞപ്പോൾ ചോറ് എടുത്തുകൊണ്ട് പറഞ്ഞു കറി കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. നീ ബോധത്തോടെ അല്ല ഇവിടെ നിൽക്കുന്നത്. സത്യം പറ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ഇരിക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി വീണ്ടും അങ്ങോട്ട് ടെൻഷനായി. അങ്ങനെ വീണ്ടും ഗോമതി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോമതി പറയുന്നുണ്ട്, അത് ബാലേട്ടാ, അതെ എനിക്ക് അത് പറഞ്ഞോ എന്താ സംഭവിച്ചത്? ദേവി എവിടെയെന്ന് ഞാൻ ചോദിച്ചു. നീ എന്താ പറഞ്ഞത്? കുളിക്കാന്ന്. എന്നിട്ട് നിൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് തന്നു. ദേവിയുടെ കൈ കൊടുക്കുക. എന്നിട്ട് നീ ഫ്രൂട്ട്സ് എവിടെ കൊണ്ടിട്ടു? പറ. അതെനിക്ക് ഓർമ്മയില്ലാത്ത പോലെ പറയാം. ഇതാ ഞാൻ പറയണത്, ഫ്രൂട്ട്സ് ദേ കിടക്കുന്നു. അവിടെ എങ്ങാനോ കൊണ്ടിട്ടിട്ട് നീ എന്ത് പണിയായി ചെയ്തത്? പറ ഗോമതി. ഇനി നീ സംസാരിക്കാതിരുന്നത് ശരിയാവില്ല. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഇല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്ന് പറയാം. അത്രയും പറഞ്ഞു കഴിയണതും നമ്മളെ ഗോമതി അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ. അയ്യോ ബാലൻ അങ്ങ് സങ്കടമായി. ബാലൻ ചോദിക്കണുണ്ട്, എന്തിനാ ഗോമതി നീ ഇങ്ങനെ കരയണത്? ഇനി ഞാൻ അതിനു വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല ബാലൻ അത് പറയാൻ എന്താ കാര്യം? നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ? അപ്പോഴും ഗോമതിക്ക് പറയാൻ പറ്റുന്നില്ല. ഗോമതി കൈ എടുത്ത് ഇങ്ങനെ അകത്തേക്ക് ചൂണ്ടി കാണിക്കാൻ കേട്ടോ. അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്താ? എന്നിട്ടും ഗോമതിക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലനാണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഡോറ് തുറക്കാൻ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സുകന്യ ഡോർ അടച്ചിരുന്നു. ഡോർ ചെന്ന് തട്ടുമ്പോൾ സുകന്യ വന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കിനും ആകെ പരവേശം. അയ്യോ ബാലേട്ടൻ മുന്നിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. അങ്ങനെ ബാലൻ പതിയെ അകത്തേക്ക് കയറി വരുവാട്ടോ. നോക്കുമ്പോഴത്തേക്കും അനുമോള് നലമുടിയൊക്കെ പെരുത്തിട്ടും കൊണ്ട് ആകെ ഭ്രാന്തെടുത്തതുപോലെ ഇരുന്ന് പൊട്ടിക്കരയാനുണ്ട്. അനുമോൾക്ക് ആകെ ഒരു വിരളി പിടിച്ചതുപോലെ. അപ്പം ബാലൻ ചോദിക്കണം, അയ്യോ മോളെ നിനക്ക് എന്താടി പറ്റിയത് എന്താണെന്നും പറഞ്ഞുകൊണ്ട്. ഇതിനിടയ്ക്ക് ഗോമതി എന്താ പറയണത്? പുറത്തു നിന്നുകൊണ്ട് ബാലനോട് പറയാനുണ്ടായിരുന്നു, ബാലേട്ട നമ്മുടെ കുടുംബം തകർന്നു പോയി എന്ന് പറയാം. അതും കൂടെ കേൾക്കുമ്പോഴാണ് ബാലൻ ചോദിക്കുന്നത്, നമ്മുടെ കുടുംബം എങ്ങനെയാണ് ഗോമതി തകരുന്നത്? എല്ലാം പോയി, എല്ലാം കൈവിട്ട് പോയി, എല്ലാം തകർന്നു പോയി. ഇനി നമുക്ക് നമ്മുടെ കുടുംബം പഴയ പോലെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗോമതി. എന്നിട്ട് അതും കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ബാലൻ. അപ്പോൾ അനുമോളുടെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെ അനുമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ബാലനടുത്തേക്ക് വരുമ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്ന അലോകിനെ അങ്ങോട്ട് കാണുക കേട്ടോ. ചത്ത് മലച്ച് കിടക്കല്ലേ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ആകെ തകർന്നു പോയി. എന്താ ഇവിടെ സംഭവിച്ചത്? എന്നിട്ട് എല്ലാവരെയും മാറി നോക്കുന്നുണ്ട് കേട്ടോ. അനുമോളെ നോക്കുന്നുണ്ട്, അതുപോലെ സുകന്യയും ഗോമതിയും ഒക്കെ നോക്കിയിട്ട് ആകെ കണ്ണും പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുകയാണ് നമ്മൾ ബാലൻ. അപ്പം ഈ സമയത്ത് ഡോക്ടർ വന്ന് ചെക്കപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം വെപ്രാളം പിടിച്ച് നമ്മുടെ ദേവിക്ക് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് മീനാക്ഷി അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ മീനാക്ഷിയുടെ അടുത്ത് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, മീനാക്ഷി നിന്ന് സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് സ്കാനിങ് കഴിഞ്ഞോ എന്ന്. അത് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാൻ വൈകും. അങ്ങനെ ഓരോ കാരണങ്ങളും പറഞ്ഞ് ദേവിയുടെ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോവാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ദേവി വീട്ടിലേക്ക് വിളിക്കുകയാണ് ഇവിടെ എന്തായെന്ന് അറിയാനായിട്ട്. അപ്പോൾ ബാലേട്ടൻ വന്നിരിക്കുവാണെന്നുള്ള കാര്യം നമ്മൾ മീനാക്ഷി ഇവിടുത്തെ സുകന്യ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അത് അലോകം ഉണർന്നില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ പറയാടിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചത് കാരണം വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ മീനാക്ഷി പോലും അറിയുന്നില്ല. മീനാക്ഷിക്ക് ദേവിയുടെ കാര്യത്തിലും ഒരിതില്ല. അപ്പോഴാണ് ഒരു സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് സ്കാനിങ്ങിന് ഇപ്പം തന്നെ കൊണ്ടുപോവാം, വന്നിട്ടുണ്ട് ഡോക്ടറെന്ന്. അകത്ത് കയറ്റി കഴിയുമ്പോഴും ഇവിടെ വെപ്രാളം തന്നെ. കാരണം കുഞ്ഞിന് ജീവനുണ്ടോ, കുഞ്ഞ് മരിച്ചിട്ടുണ്ടോ, അതൊക്കെയാണ് നമ്മുടെ മീനാക്ഷിക്ക് പേടി. അവസാനം മീനാക്ഷി വിചാരിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ ഇത് നിൽക്കുന്ന കാര്യമല്ല, ഇത് എന്തായാലും ആരോടും അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തായാലും നമ്മുടെ ദേവിക്ക് വന്നു കഴിഞ്ഞാൽ തെറ്റ് മുഴുവനും മീനാക്ഷിയുടെ പോക്കിലാവില്ലേ. അപ്പോൾ മീനാക്ഷി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ
പെട്ടെന്ന് തന്നെ നമ്മുടെ ആനന്ദിനെ വിളിക്കാം കേട്ടോ. ആനന്ദ് ഭയങ്കര സന്തോഷത്തിൽ കൊച്ചിന് കുഞ്ഞുടുപ്പോ എന്തൊക്കെയോ വാങ്ങി വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബൈക്കിൽ കയറുവാണ്. ആ സമയത്താണ് മീനാക്ഷിയുടെ കോള്. എന്താ മീനു നീ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല ആനന്ദേട്ടൻ ഇപ്പോൾ എവിടെയാണ്? അത് ഞാൻ വീട്ടിലെ അല്ല നേരെ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാവോ? സിറ്റി ഹോസ്പിറ്റലിലോ? അതെന്തിനാ മീനാക്ഷി? അയ്യോ ഒന്ന് വാ ആനന്ദേട്ടാ, എനിക്ക് സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല. കാര്യം പറഞ്ഞേ. ഇല്ല വന്നിട്ടേ ഞാൻ പറയുന്നുള്ളൂ, എത്രയും വേഗം വരണം. ആ ശരി എന്നാൽ പിന്നെ ഞാൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ ആനന്ദിനാകെ ടെൻഷനായി കേട്ടോ. അയ്യോ പ്രത്യേകിച്ചും ദേവിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണല്ലോ. എന്താവും മീനാക്ഷി ഇങ്ങനെ വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളുമായിട്ട് ബൈക്കിൽ കയറി നേരെ ആശുപത്രിയിലേക്ക് പോവാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്